ഞാൻ പറയാൻ വന്ന റോഡ് സംബന്ധമായ കുറച്ച് കാര്യങ്ങളാണ്. അതായത് റോഡ് സംബന്ധമായ കാര്യങ്ങളെന്ന് പറയുന്നത് കൺമഷിയെല്ലാം പുറത്തു ചാടി. നമ്മൾ റോട്ടിലൂടെ നടക്കുമ്പോൾ ചില ഏരിയകളിൽ നമ്മൾ റോട്ടിലൂടെ നടന്നു കഴിഞ്ഞാൽ നമുക്ക് നടക്കാൻ പറ്റുന്നില്ല. അതായത് റോട്ടിലൊരു വെള്ള വര വരച്ചിട്ടുണ്ട്, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. വെള്ള അല്ലെങ്കിൽ മഞ്ഞ വര വരച്ചിട്ടുള്ള അപകടമായ റോഡാണ്. നിങ്ങൾ വളരെ സൂക്ഷിക്കണം എന്നുള്ളതാണ് അതിൻ്റെ ആ ഒരു സിഗ്നൽ കൊടുത്തേക്കുന്നത്. ഈ വെള്ള വര വരച്ചിട്ടില്ല, അതിൻ്റെ സൈഡിൽ കൂടെ മനുഷ്യർക്ക് നടക്കാനാണ് ആ സൈഡിൽ കൂടെ വണ്ടി വരരുതെന്നാണ്. വെള്ള വരയുടെ ഇപ്പുറത്തൂടെ വണ്ടി വരാൻ പാടില്ല, ആൾക്കാർക്ക് നടക്കാൻ വേണ്ടിയാണ് അങ്ങനെ ഒരു പാത ഇട്ടിരിക്കുന്നത്. എന്നാൽ ചില ഇടങ്ങളിൽ ആ വെള്ളവര കാണാൻ പോലും നമുക്ക് പറ്റത്തില്ല. അമ്മാതിരി കാട് പിടിച്ച് കിടക്കണം പോച്ചകൾ. വഴിയൊരു നിറയെ പോച്ചകൾ കാട് പിടിച്ചിട്ട് മനുഷ്യർക്ക് അത് വഴി നടവണ്ടി, അതായത് നടന്നു പോകാൻ പറ്റാത്ത രീതിയിൽ കാടുകളാണ്. അപ്പോൾ വെള്ളവര മറികടന്ന് വേണം മനുഷ്യർ യാത്ര ചെയ്യാൻ. നടന്നു പോകുന്നത് ബസ്സിൽ നിന്നൊക്കെ ഇറങ്ങിയിട്ട് അവരെ വീട്ടിൽ പോകണമെങ്കിൽ നടന്നു പോകണ്ടേ? ബസ് കൊണ്ടുവന്ന് വീട്ടിൻ്റെ നടയിൽ ഇറക്കി കൊടുക്കൂലല്ലോ. അപ്പം കുറച്ച് ദൂരമെങ്കിലും നടക്കണം, ഒരു ചായ കുടിക്കണമെങ്കിൽ നടക്കണം, എന്തെങ്കിലും ഒരു കാര്യത്തിന് ബസ് സ്റ്റാൻഡിൽ പോകണമെങ്കിൽ നടക്കണം. അപ്പം നടവണ്ടിക്ക് നമുക്ക് കുറച്ച് ഫേസ് വേണം അല്ലേ? അവിടെ മൊത്തവും കാടാണ്. ഓരോ ഏരിയകളിലും കോർപ്പറേഷൻകാരുണ്ട്, അവരുണ്ട്, ഇവരുണ്ട്. അവിടെ തന്നെ കുറേ ജോലിക്കാരെ നിയമിച്ചിട്ടുണ്ട്. എന്തിനാണ്? റോഡുകൾ വൃത്തിയാക്കാൻ, റോഡ് പണിക്കെന്നും പറഞ്ഞ് കുറച്ച് ആൾക്കാരെ ശമ്പളം കൊടുത്ത് നിർത്തിയിട്ടുണ്ട്. എന്നാൽ പല സ്ഥലങ്ങളിലും സിറ്റി പോയിട്ട് ബാക്കിയുള്ള ഉള്ളിലോട്ടുള്ള പല ഏരിയകളിലും കാട് പിടിച്ച് കിടക്കുകയാണ് റോഡ്. മനുഷ്യർക്ക് നടക്കാൻ പറ്റുന്നില്ല. അതിൻ്റെ ഇടയിൽ ഈ പാണ്ടി ലോറികൾ, വണ്ടികൾ എല്ലാം കൊണ്ടുവന്ന് ഈ റോട്ടിൽ കൊണ്ടുവന്ന് നിർത്തിയിട്ടേക്കും. അപ്പോഴും നമ്മൾ നടന്നു പോകുമ്പോൾ ഈ പാണ്ടി ലോറി കിടക്കുന്നുണ്ട്, മറ്റുള്ള വണ്ടികൾ വന്നാൽ നമ്മളൊരു അരമണിക്കൂർ അല്ലെങ്കിൽ 10-20 മിനിറ്റ് അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കണം. അപ്പോൾ വണ്ടി ഇരിക്കില്ലേ, ആ വണ്ടി പോയി കഴിഞ്ഞിട്ടേ നമുക്ക് പിന്നെ നടക്കാൻ പറ്റും. കാരണം റോട്ടിൽ കൂടെ അല്ലേ നടന്ന് അപ്പുറത്ത് പോകാൻ. നമുക്ക് നടക്കാനുള്ള പാത മുഴുവൻ കാട് പിടിച്ച് കിടക്കുക, അല്ലെങ്കിൽ ആ പാതയിൽ ഏതെങ്കിലും വണ്ടി കൊണ്ടുവന്ന് ഒതുക്കി എന്നിട്ടേക്കും. അപ്പോൾ മനുഷ്യർക്ക് നടക്കാൻ പറ്റത്തില്ല. ഈ ശമ്പളം കൊടുത്ത് ഈ ജോലിക്കാരെ എന്തിനാണ് ഇതിനകത്ത് നിയമിച്ചിരിക്കണതെന്നാണ് എനിക്ക് മനസ്സിലാകാത്തത്. സിറ്റികളിലൊക്കെ അവരവരുടെ ജോലി കൃത്യമായി ചെയ്യുന്നുണ്ട്. കാരണം അവിടെയൊക്കെ അന്വേഷിക്കാൻ ആളുണ്ട്. ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ശമ്പളം കിട്ടൂല, പണി പാടും. ഈ ഉൾഗ്രാമങ്ങളിൽ ചെയ്തില്ലെങ്കിലും കാര്യമില്ല, ചോദിക്കാനും പറയാനും ആളില്ല. കാര്യം പിടികിട്ടിയോ? ചോദിക്കാനും പറയാനും ആളില്ല. താന്തോന്നിത്തനം പോലെ കിടക്കുകയാണ്. അവിടെ ഉള്ളവർ ചത്താലെന്ത്, പെറ്റാലെന്ത്, പോയാലെന്ത്, വന്നാലെന്ത്, ആർക്കും ഒന്നും അറിയണ്ട. നിസ്സാരം ഒരു പട്ടി റോഡിൽ വണ്ടി ഇടിച്ച് കിടന്നാൽ പോലും ഈ കോർപ്പറേഷൻകാർ അല്ലെങ്കിൽ ഈ മുനിസിപ്പാലിറ്റിക്കാർ അങ്ങനെയുള്ള ആരും വന്നു ഒന്നും ചെയ്യത്തില്ല. ഇതിന് വേണ്ടിയിട്ട് കുറച്ച് ആൾക്കാരെ വെച്ചിട്ടുണ്ടല്ലോ, കോർപ്പറേഷനിൽ നിന്ന് വന്നിട്ട് ആ ജോലികൾ ചെയ്യാനായിട്ട് കുറച്ച് ആൾക്കാരെ വെച്ചിട്ടുണ്ട്. ആരും വന്ന് നിസ്സാരം ഒരു കറണ്ട് കമ്പി പൊട്ടി കിടന്നാൽ പോലും ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ദിവസം 2 ദിവസം കഴിയുമ്പോഴാണ് ഉൾഗ്രാമങ്ങളിലൊക്കെ ആൾക്കാർ വന്നത്. അതുവരെ കറണ്ടടിച്ച് ചാവുന്നവർ ചാവട്ടെ, മനസ്സിലാവുന്നുണ്ടോ? ഇതാണ് ഇവിടുത്തെ നിയമം നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതാണോ വേണ്ടത്? ഒരു മനുഷ്യൻ്റെ ജീവൻ വല്ലല്ലേ? ഈ കാട് പിടിച്ച് കിടന്ന് നടന്നു പോകുമ്പോൾ ഒരു പാമ്പ് കടിക്കാം അല്ലേ? ഇങ്ങനെ കാട്ടിൽ കൂടെ നമ്മൾ സൈഡിൽ കൂടെ വണ്ടി വരുന്നത് പേടിച്ച് ഇടിക്കുമെന്ന് പഠിച്ചാൽ സൈഡിൽ കൂടെ പോകും. ഈ സൈഡിൽ കൂടെ പോകുമ്പോൾ ഇവിടെ നിന്ന് വന്നൊരു കൊത്തു തന്നാലും മതിയല്ലോ ചത്തുപോകാൻ. ഒരാളുടെ ജീവന് വിലപ്പെട്ടതല്ലേ? എവിടെയെങ്കിലുമൊക്കെ റോഡ് ഇളക്കി പറക്കിയിട്ടാൽ പിന്നെ അത് 6 മാസമായാലും പണിയില്ല. അങ്ങനെ ഇളക്കിയല്ലേ ഇട്ടേക്കും. അഥവാ പണിഞ്ഞാൽ തന്നെ ഒരു 6 മാസം തികച്ചിരിക്കത്തില്ല ആ റോഡ്. അപ്പോഴേ ആ റോഡ് ഇടിഞ്ഞ് പൊടിഞ്ഞൊരു 10 വണ്ടി അങ്ങോട്ട് പോയി കഴിയുമ്പോൾ റോഡ് ചെന്നാ പിന്നെ ആയി. യുവമാർ നല്ല കമ്മീഷനും അടിച്ച് ഒരിക്കൽ റോഡ് പണിയുന്നതാണ്. ചുമ്മാ ചരല് വാരി കൊണ്ടിട്ട് നേരെ സിമൻറ്റ് പോലും ഇടാതെ അവരൊക്കെ പണിഞ്ഞിട്ട് പോകും. കീല് പോലും നേരെ ഇടാതെ. ഇതൊക്കെയും പോയിട്ട് ബസ് സ്റ്റാൻഡുകളിൽ നമുക്ക് പോയൊന്നും നിൽക്കാൻ പറ്റത്തില്ല. സ്മെല്ല് കാരണം ബസ് സ്റ്റാൻഡുകളിൽ നിൽക്കാൻ പറ്റത്തില്ല. വേസ്റ്റുകളാണ് ബസ് സ്റ്റാൻഡ് മുഴുവനും വേസ്റ്റുകൾ, ഫുഡ് വേസ്റ്റ്, കുട്ടികളുടെ സ്നഹി, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ എന്ന് വേണ്ട ഒരിടവും വൃത്തിയില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എവിടെ തിരിഞ്ഞാലും സ്മെല്ലും കാര്യങ്ങളും, ആൾക്കാർക്ക് രോഗം വരാതെ എങ്ങനെ ഇരിക്കും? ഇതിനൊക്കെ വേണ്ടിയിട്ട് ജോലിക്ക് ആൾക്കാരെ നിർത്തിയിട്ടുണ്ട്. അവർക്ക് അതിനാണ് ശമ്പളം കൊടുക്കുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ. എന്നാൽ ആരും അത് കാണുന്നുണ്ട്, ചെയ്യുന്നുമില്ല. എന്താണെന്ന് മനസ്സിലാകുന്നില്ല. ഒരു ബോർഡ് വെച്ചാൽ പോലും, ഇവിടെ വേസ്റ്റ് ഇടാൻ ബോർഡ് വെച്ചാൽ പോലും അവിടെ കൊണ്ടിടും. ഒരു ക്യാമറ വെച്ചാൽ പോലും അവിടെ വേസ്റ്റ് ഇടും.
വല്ലാത്തൊരു ബുദ്ധിമുട്ടാണ് മനുഷ്യർക്ക്. മനസ്സിലാവുന്നുണ്ടോ? ഒരു സ്മെല്ല്, അത്രയും സ്മെല്ല് നമ്മുടെ മൂക്കിൽ കൂടെ ശ്വാസം നമ്മൾ വലിച്ചെടുക്കുകയാണ്. ആ ബസ്സിനകത്ത് അവിടെ നിൽക്കുന്ന അത്രയും മണിക്കൂർ അത് വലിച്ചെടുത്തിട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പം അത്രയും അണുക്കൾ നമ്മുടെ ഉള്ളിൽ കയറി കഴിഞ്ഞു. ഇതും കൊണ്ട് നമ്മൾ പലയിടങ്ങളിൽ പോവുകയാണ്. രോഗം വരാൻ ഒരുപാട് സമയമൊന്നും വേണ്ട. മനുഷ്യർ തന്നെ ചിന്തിച്ചാൽ മനുഷ്യർ തന്നെ മാറ്റിയെടുക്കാവുന്നുള്ളതേ ഉള്ളൂ. നമ്മൾ ഫുഡ് കഴിച്ചിട്ട് ബസ് സ്റ്റാൻഡിലാണ്, അവിടെ നിന്ന് അവിടെ ഇടുകയാണ്. ഇല്ല, ഓരോ സ്ഥലങ്ങളിലും ഈ സംഭവങ്ങൾ വെച്ചിട്ടുണ്ട്, വേസ്റ്റുകൾ ഇടാനായിട്ട്. എന്നാൽ അതിൽ കൊണ്ടിടണം. അങ്ങനെയല്ല. എവിടെ നിൽക്കുന്നോ കണ്ടടം കൈലാസം, നീളണം കൈലാസം എന്ന് പറഞ്ഞാൽ കണ്ടടം കൈലാസം. ഒരുപാടിടത്ത് ഞാൻ ചെന്നപ്പോൾ കണ്ട കാഴ്ച എന്താണ്? വേസ്റ്റുകൾ കാരണം ആൾക്കാർക്ക് നിൽക്കാൻ പറ്റുന്നില്ല. സ്മെല്ലുകൾ, ഇത്രയും നാൾ മുമ്പ് അട്ടുപൊഴുത്ത സാധനങ്ങൾ അവിടെ കഴിഞ്ഞിട്ട് സ്മെല്ലുകൾ. ഈ വേസ്റ്റുകൾ ഇങ്ങനെ കുഞ്ഞു കൂടുമ്പോൾ പല്ലി, മറ്റേ എലി, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വന്ന് ഫുഡ് കഴിച്ച് ചത്ത് അവിടെ എവിടെയും ഇങ്ങനെ കിടക്കും. ചില സ്ഥലങ്ങളിൽ പട്ടികൾ ചത്ത് കിടക്കുന്നതാണ്. അതും ഒരു ജീവനില്ല പ്രാണിയല്ലേ. അത് മരിച്ച് അതിന് മുമ്പ് എടുത്ത് മാറ്റി പൂച്ച ഒന്നുമില്ല. വണ്ടി അങ്ങ് കയറി ഇറങ്ങിയുണ്ട്. ഓരോ വണ്ടികളായിട്ട് ഇങ്ങനെ കയറി ഇറങ്ങി. സത്യം പറഞ്ഞാൽ ഇതിലൊക്കെ ആൾക്കാരെ നിർത്തിയിട്ടുണ്ട് ശമ്പളം കൊടുത്ത്. ഇവർക്കൊക്കെ പിന്നെ എന്താണ് ജോലി എന്നാണ് മനസ്സിലാകാത്തത്. എന്താണ് ഇവർക്കൊക്കെ ജോലി? ഇവർക്ക് മൊബൈലിൽ ചാറ്റ് മാത്രമേ ഉള്ളൂ. മാസം ശമ്പളം കറക്റ്റായി കിട്ടിയിരിക്കും. ജോലി ചെയ്താലും സർക്കാർ ജോലിക്കാർക്ക് ശമ്പളമുണ്ട്. എന്നാൽ അവർ ജോലി ചെയ്യുന്നുണ്ടോ? അവർക്കൊരു ക്യാമറ വയ്ക്കാനോ ആ ജോലി ചെയ്യുന്നുണ്ടോ എന്ന് അന്വേഷിക്കാൻ ഒരാളിനെ വയ്ക്കാനോ അതിനൊന്നും ആരുമില്ല. ഇവിടെ ആരുമില്ല. എന്താണ് ഇതൊരു ബസ് സ്റ്റാൻഡ് എന്നൊക്കെ പറഞ്ഞാൽ വൃത്തിയും വെടുപ്പും ശുദ്ധമായിരിക്കണം. ചില ബസ് സ്റ്റാൻഡുകളിൽ ഇരിക്കാൻ സീറ്റില്ല. ഇതൊക്കെ ഈ പോരാൻ മണിക്കൂറോളം അവിടെ ഒരു ഉരുണ്ട കമ്പി, അതായത് തലചൊറിയുന്നു എനിക്ക് ഇതൊക്കെ പറയുമ്പോഴേ. ഉരുണ്ട കമ്പി എന്ന് പറഞ്ഞാൽ മറ്റേ ഓസ് പോലത്തെ, നമ്മൾ നല്ല വെള്ളം പ്രഷറായി അടിച്ച് വിടാനുള്ള ഓസ് ഉണ്ടല്ലോ, അതുപോലത്തെ സ്റ്റീലിൻ്റെ ഉരുണ്ട കമ്പി ഫിറ്റ് ചെയ്ത് വെച്ചേക്കുക. അതിലിരുന്നിട്ട് ചട്ടവും വേദനിച്ച് കാലും വേദനിച്ച് മരവിച്ച് ഇരിക്കാനും പറ്റില്ല. ഒരു 10 മിനിറ്റ് ഇരിക്കുമ്പോഴേ അവർക്ക് പിന്നെ ഇരിക്കാൻ പറ്റില്ല. ഒന്നും വേണ്ട. എത്രയും പോസ്റ്റുകൾ ചില സ്ഥലങ്ങളിലൊക്കെ വേണ്ടാതെ വേസ്റ്റായിട്ട് കിടക്കുന്നു. ഒരു പോസ്റ്റ് എടുത്തുകൊണ്ട് വന്ന് അവിടെ ഫിറ്റ് ചെയ്താലേ ആൾക്കാർക്ക് സുഖമായിട്ടിരിക്കുകയല്ല. ചില ബസ് സ്റ്റാൻഡുകളിൽ ഇരിപ്പിടമില്ല. ചില ബസ് സ്റ്റാൻഡിൽ പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുകയാണ്. മഴ പെയ്ത അകത്തൂടെ വെള്ളം ഇറങ്ങും. അവിടെയും സുരക്ഷിതമായിട്ട് പെണ്ണിനോ ആണിനോ നിൽക്കാൻ പറ്റുന്നില്ല. സർക്കാരിനടുത്താണ് എനിക്കിത് പറയാനുള്ളത്. ഇതൊക്കെ നിങ്ങളല്ലേ ഇതൊക്കെ കണ്ടറിഞ്ഞ് ചെയ്യേണ്ടത്? ജനങ്ങളാണ് ചെയ്യേണ്ടത്. നിങ്ങളാണ് കണ്ടറിഞ്ഞ് ചെയ്യാനുള്ളത്. എന്നിട്ട് ഞാൻ ചില വീഡിയോകളിൽ കണ്ടിട്ടുണ്ട്, ചില പയ്യന്മാർ പോയിട്ട് ചില ഏരിയകളിലൊക്കെ ബോർഡുകൾ, ഇപ്പോൾ വെഞ്ഞാറമ്മൂട് പോകുന്ന ബോർഡ് അല്ലെങ്കിൽ തിരുവനന്തപുരം പോകുന്ന ബോർഡ്, ഇങ്ങനെയുള്ള ബോർഡുകളൊക്കെ പായൽ പിടിച്ച് ഈ പച്ചിലകൾ വളർന്ന് കാട് പിടിച്ച് ഇങ്ങനെ മൂടി കിടക്കുമ്പോൾ അതിനെയൊക്കെ വലിച്ചിളക്കിയിട്ട് അതൊക്കെ തേച്ച് കഴിഞ്ഞ് വൃത്തിയാക്കി വെക്കുന്നത്. ഇതൊക്കെ ഇതിന് വേണ്ടിയിട്ട് ജോലിക്ക് ആൾക്കാരെ നിർത്തിയിട്ടുണ്ട്. അവർക്ക് ചെയ്യാനുള്ള പണിയാണിതെല്ലാം. പക്ഷെ അതൊന്നും ചെയ്യാൻ ആളില്ല. എന്താണെന്ന് മനസ്സിലാവുന്നില്ല. ജോലി ചെയ്യാൻ ഇഷ്ടംപോലെ ആൾക്കാർ പോയി. എന്നാൽ ജോലി തീരുന്നുണ്ടോ? അതുമില്ല. ഒരു ബസ് സ്റ്റാൻഡിൽ പോയി ശരിക്കും ഒരു മനസ്സമാധാനത്തിൽ ഒരു 10 മിനിറ്റ് നിൽക്കാൻ പറ്റാത്ത ചില ബസ് സ്റ്റാൻഡുകൾ, ചിലയിടത്തല്ല കേട്ടോ, ചിലയിടത്ത് നല്ല രീതിയിൽ ബസ് സ്റ്റാൻഡ് കെട്ടിയിട്ടിട്ടുണ്ട്. അവിടെ കിടക്കുക ഇരിക്കുക എന്ത് വേണമെങ്കിലും ചെയ്യും. എന്നാൽ ചില ബസ് സ്റ്റാൻഡുകളിൽ ഇരിപ്പിടം പോലും പൊട്ടിപ്പൊളിഞ്ഞ് നശിച്ച് കിടക്കുകയാണ്. ഒരു ഗ്രാമങ്ങളിലാണ് ഇത് കൂടുതൽ സംഭവിക്കുന്നത്. സിറ്റിയിലൊന്നും അങ്ങനെയല്ല. അടിപൊളി ബസ് സ്റ്റാൻഡ്, വേണ്ടാത്ത ബസ് സ്റ്റാൻഡുകൾ കെട്ടിയങ്ങിട്ടിരിക്കുകയാണ് ആൾക്കാർക്ക് കിടന്നുറങ്ങാൻ വേണ്ടി. എന്നാൽ ഗ്രാമങ്ങളിൽ ബസ് സ്റ്റാൻഡുകൾ നേരെ ചൊവ്വയില്ല. എന്തിനോ വേണ്ടി ആർക്കോ വേണ്ടി ചെയ്യും പോലെ ചെയ്തിട്ടിരിക്കുകയാണ്. ഇതാണ് മനസ്സിലായി രണ്ടൊരു പക്ഷം. ഇതാണ് ഒരു രണ്ടൊരു പക്ഷം എന്ന് പറയുന്നത്. ഇങ്ങനെ രണ്ടൊരു പക്ഷം. അതെന്താണ്? എല്ലാ മനുഷ്യരും ഒന്നല്ലേ. കാശുള്ളവരും കാശില്ലാത്തവരും മനുഷ്യർ തന്നെയാണ്. കൈ കുറയുമ്പോൾ വരുന്നത് ഒരേ ചോരയാണ്. മനസ്സിലായോ? അങ്ങനെ നമ്മൾ ഒരിക്കലും ചിന്തിക്കരുത്. പാവപ്പെട്ടവരെ നിങ്ങളുടെ കണ്ണിൽ ഓർക്കണം, അല്ലെങ്കിൽ കാണണം. അത് ഇന്നാരാണ് അല്ലെങ്കിൽ ഇന്നതാണ്. ഇത് വല്ലാത്തൊരു കഷ്ടമാണ് കേട്ടോ. പറയാതിരിക്കാൻ വയ്യ. ഇതൊക്കെ കാണുമ്പോൾ സങ്കടം കൊണ്ട് പറഞ്ഞു പോണതാണ്. മനസ്സിലായി? ഞാൻ ഒരാൾ വിചാരിച്ചാൽ മാത്രം ഇതിനൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് എനിക്കറിയാം. പക്ഷേ നമ്മളിൽ പലരും വിചാരിച്ചാൽ പലതും ചെയ്യാൻ പറ്റും. പലരും വിചാരിക്കുന്നില്ല. പേടിയാണ് എല്ലാവർക്കും. എന്തിനു ഭയക്കുന്നു? തെറ്റ് ചെയ്യാതെ കാര്യം പറയാൻ എന്തിനാ ഭയക്കുന്നത്?
തെറ്റ് ചെയ്തിട്ടില്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ നമുക്ക് എവിടെയും അത് സംസാരിക്കാം. അതിന് ഭയക്കുന്നത് എന്തിനാണ്? ഇതിൻ്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. മനസ്സിലായില്ലേ? തെറ്റ് ചെയ്തിട്ടില്ല, നമുക്ക് പറയാം. നമ്മുടെ ആവശ്യങ്ങളാണ് നമ്മൾ ചോദിച്ചെടുക്കുന്നത്. ഇതൊക്കെ നമ്മുടെ അവകാശവും ആവശ്യവുമാണ്. അത് തരാൻ അവർ സന്നദ്ധരായിരിക്കണം സർക്കാർ. നമ്മുടെ കാശ് കൊണ്ടല്ലേ അവരിതെല്ലാം ചെയ്യുന്നത്. അവരുടെ കാശ് കൊണ്ടല്ല, നമ്മുടെ കാശ് കൊണ്ട് തന്നെ അവർ നമുക്കിത് ചെയ്തു തരുന്നത്. അപ്പോൾ അവർക്കത് ചെയ്യാം, ഒരു കുഴപ്പമില്ല ചെയ്യുന്നതിന്. രാത്രി ഉറങ്ങുമ്പോൾ കാണുന്ന സ്വപ്നം രാവിലെ എഴുന്നേറ്റ് മൈക്കിൽ കൂടെ വിളിച്ചു പറഞ്ഞിട്ട് കാര്യമില്ല. ജനങ്ങൾക്ക് എന്തൊക്കെയാണ് ആവശ്യമില്ലാത്തത് എന്താണ്, ആവശ്യമുള്ളത് എന്താണ്, അത് അറിഞ്ഞു പ്രവർത്തിക്കുന്നു. ഇല്ലാതെ കുറേ കഞ്ചാവും കുറേ ബ്രൗഷുകളും കുറേ മറ്റതും കുറേ ഫാക്ടറികൾ ഉണ്ടാക്കിയിട്ട് കുറേ കുട്ടികൾക്കും വലിയവർക്കും കൊടുത്ത് അവരെ ജീവിതം കൊഞ്ഞാട്ടാക്കുകയല്ല ചെയ്യേണ്ടത്. ജനങ്ങൾക്ക് വേണ്ടുന്ന ആവശ്യമുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കണം. അതാണ് സർക്കാരെന്ന് പറയുന്നത്. അല്ലാതെ പിന്നെ എന്താണ്, 1-ാം ക്ലാസ്സിൻ്റെ പടി പോലും കാണാതെ കയറി ഇരുന്നിട്ട് എന്തെങ്കിലും പറഞ്ഞിട്ട് ഇറങ്ങിപ്പോയിട്ട് എന്തോന്ന് പ്രയോജനം? അതുകൊണ്ട് എന്താണ് ഗുണം? ഒരു ഗുണവുമില്ല. ഗുണമുള്ള കാര്യങ്ങൾ ചെയ്താൽ അത് മറ്റുള്ളവർക്ക് ഉപകാരമായി തീരും. മനസ്സിലായില്ലേ? എന്താ അത് മനസ്സിലാകുന്നില്ല ഒരർത്ഥത്തിലും. എവിടെ ചെന്നാലും പ്രശ്നങ്ങളാണ്. പ്രശ്നങ്ങളില്ലാത്ത കാര്യങ്ങളേ ഇല്ല. എവിടെ തിരിഞ്ഞാലും പ്രശ്നങ്ങളാണ്. ഇതെന്ന് അവസാനിക്കുമെന്ന് ചോദിച്ചാൽ ഇതിനൊരു അവസാനം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഭൂമിയിലൊക്കെ വന്നു, ഉരുൾപൊട്ടൽ വന്നു, ഇങ്ങനെ പല പല കാര്യങ്ങൾ വന്നു. ഒന്നും അവസാനിച്ചില്ല, കൂടിയതല്ലാതെ. കുറവായി ഞാനൊന്നും കണ്ടിട്ടില്ല ഒരർത്ഥത്തിലും. അതുപോലെ ലോഡുകൾ പോകുന്നത്, ഈ സ്കൂൾ കുട്ടികൾ പോകുന്ന സമയത്താണ് ലോഡുകൾ പോകുന്നത്. വലിയ വലിയ പാറകളും വലിയ ടിപ്പർ ലോറികളിൽ വലിയ ചരക്കുകൾ കൊണ്ടുപോകുന്നത്. ഇതിലൊരെണ്ണം വീണ് കഴിഞ്ഞാൽ എത്ര പേർക്ക് അത് ബുദ്ധിമുട്ടാണെന്നറിയും. അത് മാത്രമല്ല, അതിങ്ങനെ സ്പീഡിൽ പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ ആ മണ്ണിൻ്റെ പൊടിയും പാറപ്പൊടിയും എല്ലാം ഇങ്ങനെ കാറ്റിലടിച്ച് കുട്ടികളുടെ കണ്ണിലും അവിടെ ഇവിടെയൊക്കെ കയറി അതെന്തൊക്കെ പ്രശ്നങ്ങളാണെന്നറിയോ. ഒരു 10 മണി കഴിഞ്ഞിട്ട് ഈ ലോറികളൊക്കെ പോകാൻ അനുവദിക്കണം. 10 മണി കഴിഞ്ഞിട്ട് ഈ സ്കൂൾ കുട്ടികൾ പോകുന്ന സമയത്ത് ഇങ്ങനെ ചെയ്യരുത്. ഒരു 4 മണിക്ക് ശേഷം വണ്ടി ഓടരുത്. അങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങൾ വയ്ക്കണം. ഇത് അങ്ങനെയല്ല, തോന്നിയതുപോലെ ആർക്കെന്തും എവിടെ എപ്പോഴും ചെയ്യാമെന്നുള്ളൊരു ലൈസൻസ് മനസ്സിലാകുന്നില്ല. എന്ത് തരം ലൈസൻസാണെന്നുള്ളത്. സാധാരണ വണ്ടിക്ക് ലൈസൻസ് ഉണ്ട്, ഇത് എന്ത് തരം ലൈസൻസാണെന്ന് മനസ്സിലാക്കുന്നില്ല. അവരവർക്ക് ഇഷ്ടമുള്ളതുപോലെ അവരവരൊക്കെ സ്വന്തമായിട്ട് ചെയ്യുന്നു. അവിടെ നിയമമോ കാര്യങ്ങളോ ഒന്നും അവർ പാലിക്കുന്നുമില്ല, അവരത് അന്വേഷിക്കുന്നുമില്ല. മറ്റൊരാൾക്ക് ഉപദ്രവം ഉണ്ടാവാത്ത രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അങ്ങനെ ചിന്തിക്കുന്നില്ല. മനസ്സിലായില്ലേ? ഇത് നമ്മളിൽ പലരും സംസാരിക്കേണ്ടിയിരിക്കുന്നു. അത് ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞ് മനസ്സിലടക്കി പിടിച്ചിട്ട് കാര്യമില്ല. നമ്മളതിനു വേണ്ടി സംസാരിക്കണം, പ്രവർത്തിക്കണം, ഇറങ്ങണം. നമ്മുടെ ഏരിയയിലെ പഞ്ചായത്തിലോ നമ്മുടെ ഏരിയയിൽ പാർട്ടിയിൽ പ്രവർത്തിക്കുന്ന ആരെങ്കിലും ഉണ്ടോ, നമ്മുടെ ആവശ്യങ്ങൾ ചെന്ന് പറയുക. അവരത് അംഗീകരിച്ചില്ല എന്നുണ്ടെങ്കിൽ തലപ്പത്ത് പോയി പറയുക, ഒരു പേപ്പർ എഴുതി കൊടുക്കുക. ഒരു ഗ്രാമത്തിലുള്ള എല്ലാവരും കൂടെ ചേർന്നൊരു പേപ്പർ എഴുതി നമ്മുടെ ആവശ്യം എന്താണ് അത് എഴുതി കൊടുക്കുക, അത് പ്രവർത്തിക്കുക. അല്ലാതെ വീട്ടിലിരുന്ന് ഉച്ചയ്ക്ക് ഊണൊക്കെ കഴിഞ്ഞ് എല്ലാവരും കൂടെ സൊറ പറയുമ്പോൾ അവിടെ അത് കണ്ടോടി, ഇവിടെ ഇത് കണ്ടോടി, അവിടെ അങ്ങനെ ചെയ്തോടി എന്ന് പറഞ്ഞുകൊണ്ട് യാതൊരു കാര്യവും നടക്കാൻ പോണില്ല. കുണ്ടടിയും നുണയും അങ്ങോട്ടും ഇങ്ങോട്ടും പറയാമെന്നുള്ളതല്ലാതെ ഒരു ഗുണവും ഉണ്ടാകത്തില്ല. നമുക്ക് കാര്യം സാധിക്കണോ നമ്മൾ തന്നെ ഇറങ്ങണം, നമ്മൾ തന്നെ പ്രവർത്തിക്കണം. ഒറ്റക്കെട്ടായിട്ട് നിന്ന് പ്രവർത്തിച്ചാൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് നേടിയെടുക്കാൻ പറ്റും. അത് നമ്മൾ ചിന്തിക്കണം. അല്ലാതെ ഒന്നും വീട്ടിലിരുന്നുകൊണ്ട് അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഒന്നും നേടിയെടുക്കാൻ പറ്റത്തില്ല. മനസ്സിലാവുന്നുണ്ടോ? ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. പറയാനാണെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് പറയാൻ, പറഞ്ഞാലും തീരില്ല. ഇന്നൊന്നും പറഞ്ഞാൽ തീരില്ല. ഒരു കഥ എഴുതുന്ന കാര്യങ്ങളുണ്ടെന്ന് പറഞ്ഞതുപോലെ ഒരു സിനിമ എടുക്കാനുള്ള കാര്യങ്ങളുണ്ട്, തീരില്ല പറഞ്ഞാൽ. പിന്നെ ചില കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞേ പറ്റുള്ളൂ എന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞേ പറ്റുള്ളൂ, പറയണം.